ഹലോ ഫ്രണ്ട്സ്, അപ്പത്തേ നമ്മളെ അപ്പൂസ് ചോറിനാണ് കേട്ടാ. പിറന്നാള് കുട്ടി ചോറിനാണ്. കഷ്ണമൊക്കെ മാറ്റി സൈഡിക്ക് വെച്ചിട്ട് ആദ്യത്തെ അത് ചെറുപ്പം മുതലുള്ളൊരു സ്വഭാവമാണ് കേട്ടോ അപ്പൂസിന്റെ. അപ്പൂസിന് ഇന്നും കൂടി പരീക്ഷ ഉണ്ട് കേട്ടോ, ഉച്ച വരെ. അത് കാരണം പരീക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൂസിന് എന്നിട്ട് പറയാനുള്ള പിറന്നാളായിട്ട് അതെ ഞാൻ രാവിലെ എടുക്കണം കേട്ടാ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറയൂ. ഇതെന്താ 1 കിലോന്? ആ സവാളക്ക് വില കുറഞ്ഞോ? വില കുറവുണ്ട്. കിലോ 50 പറഞ്ഞിട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. അത് കുറേ ഇടയ്ക്കുണ്ടാവും. ഇതിനെത്ര നോക്കിയേക്കെ നമുക്ക് തെരഞ്ഞെടുക്കാല്ലേ. ഇതിങ്ങനെ കിട്ടേക്കില്ലേ? ആ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടെടുക്കാം. അവിടെ കിടക്കുന്നുണ്ട്, അവിടെ നിന്ന് പറിക്കെടുക്കാം. 3 സവാള. ആ 3 4 കേട്ടോ. അല്ല 3 മതി. ചെറിയ കൊള്ളിയല്ലേ ചേട്ടൻ? അരിയണോ അരിയണോ? ഞാനരിയാം. അപ്പോൾ നമ്മൾ പിറന്നാളായിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ രാവിലെ വെച്ച് കഴിച്ചു കേട്ടോ. രാവിലെ ഇല വെട്ടി ഊട് കഴിഞ്ഞു. ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ്. വൈകുന്നേരമാണ് ഇപ്പോൾ. അപ്പോൾ വൈകുന്നേരമാണ് കേക്ക് മുറിക്കലും മറ്റുള്ള പരിപാടികൾ. അപ്പൊ ഇന്ന് എന്റെ പിറന്നാളാണ്. അപ്പൊ ഇന്നത്തെ പിറന്നാൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ പിന്നൊരു കാര്യം, 10 ദിവസം ലീവാണ്. പരീക്ഷ കഴിഞ്ഞോണ്ട് ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. പരീക്ഷ കഴിക്കാൻ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ എല്ലാം സെറ്റ് ആയിക്കാനെ. അങ്ങനെ പരീക്ഷയും കഴിഞ്ഞു. ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രം. ഹലോ ഫ്രണ്ട്സ്, അപ്പത്തേ നമ്മളെ അപ്പൂസിന് ഗിഫ്റ്റ് കൊടുക്കാണ് കേട്ടാ. കൊടുത്തോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ, സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ. മാറിട്ടോ ചേട്ടാ. അപ്പൊ സുന്ദരനെ ഡ്രസ് മാറിട്ട് കേട്ടാ. അപ്പൂസ് പോവല്ലേന്ന്? ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ വക, അച്ഛൻ്റെ വക ഒന്നുമില്ലല്ലോ. നമ്മുടെ വകയിൽ എല്ലാം നമ്മുടെ വകയാ. എന്തായാലും നോക്കിട്ട് എന്താന്ന് അറിയില്ല കേട്ടോ. മാല മാല, പുഷ്പന്റെ മാല. പുഷ്പന്റെ മാല ഓട്ടിച്ച് കൊണ്ടുവന്നല്ലേ. പുഷ്പന്റെ മാല പുഷ്പില്ലേ? വന്നിട്ടേട്ടാ. ഹായ്. ഇതാണ് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അമ്മന്നെ വാങ്ങിച്ചിട്ട് അമ്മന്നെ അടിപൊളി. സ്കൂളിലേക്ക് ഇടാൻ പാടില്ല. ഇട്ടിട്ട് പോവും. അവിടെ മേടിച്ചേക്ക്. ഏതാ ചങ്ങലമാലയല്ലേ? ട്യൂഷൻ നിർത്തി വരുമ്പോ അത് വാങ്ങിച്ചിട്ട് വരുന്നില്ലേ? അടിപൊളി. പപ്പൂസ് ഡ്രസ് മാറിട്ട് വരൂട്ടാ. അമ്മയ്ക്കും ഇല്ല അങ്ങനെ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇത് മോള് രാവിലെ തുടങ്ങിയിട്ടുള്ളതാണ്. അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു വിഷമം കൂടി ഉണ്ട്. അവളുടെ ബർത്ത്ഡേ അടുത്ത മാസത്തിലാ വരുന്നത്. അപ്പൊ അവൾക്ക് ഇവിടെ അടുത്ത മാസല്ല, വീട്ടിൽ ആഘോഷിക്കാൻ പറ്റില്ല. മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി നമ്മള് പിറന്നാളാണ് ആഘോഷിക്കുക. ഡേറ്റ് അല്ലല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടാവില്ല അവൾ എന്തായാലും. അപ്പൊ ആ ഒരു
സങ്കടം കൂടി തീർത്തിട്ട് അപ്പൂസിന്റെ പിറന്നാള് അടിപൊളിയാക്കണം. അടിപൊളിയാക്കിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. കൊറേ കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, നല്ലൊരു കലാവതമുള്ളവർക്ക് അധികം കഷ്ടപ്പാടൊന്നും ഇല്ല. അത് ഇവര് അവിടെ അവർക്ക് ഇതെങ്ങനെ അവിടെയൊക്കെ ചെയ്യാറില്ലേ ഓളെ ചെയ്തു നിന്റെ ആർട്ടിസ്റ്റിന് അത് കാണിച്ചു കൊടുത്തേ, അത് സോമി കൊടുത്ത എന്തൊക്കെ വരച്ചിട്ട് അവളുടെ മോളുടേത്. ഇത് ഞാൻ വരച്ചതാണ്. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വെറുതെ പറഞ്ഞാലൊക്കെ അല്ലേ രസം. അതാണൊരു രസം. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Abbas. Happy birthday to you. Okay. മുന്നിലല്ല നീ കൊടുക്കും. പിടിച്ചോ. താടിമലൊന്നും വെച്ച് തേക്കണ്ട. കൊടുക്ക് കൊടുക്ക്. അതി കൊടുക്കണ്ട. ആഹാ, നന്നായിണ്ട്. പോയി 360. സർവത്തൊക്കെ കഴിയില്ല. പിന്നെ ഞാൻ എന്തിനാ പണിയെടുക്കണം? ഇവിടെ ഇൻസ്റ്റഗ്രാം കൂടിയൊക്കെ ആശ്വസിക്കാം. നിങ്ങൾ ആസ്വദിക്കും, ഞാൻ ആശ്വസിക്കേണ്ടി വരും. കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ്ഡ് ആണ് ഫ്ലേവറാണ് വരുന്നത്. ഇങ്ങനെ വേറുന്നില്ല കേക്ക് അങ്ങനെ നമ്മുടെ അപ്പു ഒരു ടീനേജർ അല്ലെങ്കിൽ ടീനേജർ തന്നെയാണ് ഒന്നുകൂടി. അല്ല, അപ്പൊ ടീനേജർ ആയെങ്കിലും മോള് അത്രയ്ക്ക് ആയിട്ടില്ല, ഇതായിട്ടില്ല എന്ന് തോന്നില്ലേ? അല്ലെങ്കിൽ അതൊക്കെ പ്രായം കൂടി ഉയരം കുറഞ്ഞവര് ഉയരം കുറഞ്ഞവർക്ക് ബുദ്ധി കൂടില്ലാന്ന് പറയുന്നത് ഈ ബ്രെയിനിന്റെ വെയിറ്റ് കൊണ്ടാണ് ഞാൻ ഹൈറ്റ് വെക്കാറുള്ളത്. അതാണ്. പക്ഷേ അപ്പൊ ഇനിയും ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നത്. പൊട്ടിക്കാട് പൊട്ടം പൊട്ടിച്ചേ അല്ല ആയ് അമ്മയാണ് ആദ്യം പൊട്ടിച്ചത്. ആ കേക്ക് അവന് പേടിയാ. അവന് പടക്കം പൊട്ടിക്കാൻ തന്നെ ഓടുക, അടുക്കളയിൽ പോയിരിക്കും കേട്ടാ. സ്വന്തമായിട്ട് എടുത്തു. അതുകൊണ്ട് ഞാൻ തരില്ല. അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം അമ്മ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. കരിഞ്ഞില്ല. അപ്പൊ കേക്കൊക്കെ മുറിഞ്ഞ് എന്താ അടുക്കളയിൽ നിന്ന് കരിഞ്ഞ മണം വന്നപ്പോ അവള് ഓടിയതാട്ടാ. ഓക്കെ, നമ്മള്
വൈകുന്നേരത്തെ പരിപാടികള് ചിക്കൻ വെച്ചു, അച്ചാർ, സാമ്പാറ്, പപ്പടം, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയില്ല. അപ്പൂസിന്റെ പിറന്നാൾ ആഘോഷങ്ങളായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പൊട്ടിക്കും ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരെല്ലാം എല്ലാവർക്കും ബൈ ബൈ.